ഹായ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വിഷുവൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചധികം ദിവസമായി. വിഷുവിൻ്റെ വീഡിയോ ഇപ്പോഴാണ് വിടാൻ പറ്റിയത്. അപ്പോൾ ഞാനിപ്പം വീഡിയോ ഒക്കെ ഇട്ടിട്ട് 5 മാസത്തിൽ കൂടുതലായി. അപ്പോൾ കുറച്ച് ആരോഗ്യ പ്രശ്നമായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. എനിക്ക് HB നന്നായിട്ടൊന്ന് കുറഞ്ഞിരുന്നു. ആദ്യം എന്താണ് കാരണമൊന്നും മനസ്സിലായില്ല. പിന്നെ അത് ഫൈബ്രോയിഡിൻ്റെ പ്രശ്നം കൊണ്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങൾ, അതൊന്ന് റെഡിയായി എടുക്കാൻ കുറച്ച് താമസിച്ചു. അപ്പോൾ HB കുറഞ്ഞാലുള്ള അവസ്ഥ അറിയാമല്ലോ, മൊത്തത്തിൽ പെട്ടുപോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. ഒരുപാട് കൂട്ടുകാരുടെ അന്വേഷണം ഇങ്ങനെയുണ്ട്, വീഡിയോ ഇടാത്ത എന്താണെന്ന് ചോദിച്ച്. അതുപോലെ വീഡിയോ ഇടുകയെന്നും പറഞ്ഞ് ഒരുപാട് കൂട്ടുകാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഈ 5 മാസമായിട്ടും എന്നെ മറക്കാതിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിഷുവിൻ്റെ അന്നത്തെ കുറച്ചും പിന്നെ അതിന് മുന്നേ എടുത്തു വെച്ചിരുന്ന ഒരു വീഡിയോയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇടുന്നത്. അപ്പോൾ വിഷുവിൻ്റെ അന്ന് രാവിലെ കണിയൊക്കെ കണ്ടതിന് ശേഷം രാവിലെ അട തയ്യാറാക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള വിഷുവിൻ്റെ അന്ന് എടുത്തു വെച്ചിരുന്ന വീഡിയോ. പിന്നെ ഞാൻ അടുപ്പിൻ്റെ പണി നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഉള്ള വീഡിയോ ഒക്കെ അല്ലേ അവസാനം വിട്ട്, പിന്നെ അടുപ്പിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഇട്ടില്ലല്ലോ. അപ്പോൾ ഇനി കാണിക്കുന്നത് അടുപ്പിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ്. ആ ദിവസം പാചകം മൊത്തം അടുപ്പിൽ ചെയ്തതാണ് ഇനി കാണിക്കുന്നത്. അപ്പോൾ അടുപ്പ് കത്തിച്ചതിന് ശേഷം ഒരെണ്ണത്തിൽ പയർ വേവിക്കാനായിട്ട് വെച്ചു, മറ്റേതിൽ കുടിക്കാനുള്ള വെള്ളവും വെക്കുകയാണ്. അപ്പോൾ രാവിലത്തേക്ക് പുട്ടും പയറുമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ പയർ വെന്ത് വന്നിട്ടുണ്ട്. പയറെടുത്ത് ഇപ്പുറത്തോട്ട് വെച്ചിട്ട് പിന്നെ പുട്ടിനങ്ങ് വെക്കുകയാണ്. അപ്പോഴേക്ക് ആ നടുക്ക് കുടം വയ്ക്കുമ്പം തന്നെ നല്ലതുപോലെ വെള്ളം നല്ലതുപോലെ ചൂടായി കിട്ടും. പിന്നെ 2 ഭാഗത്തുനിന്നും തീ നന്നായിട്ട് വരികയാണെങ്കിൽ അത് നല്ലതുപോലെ നടുക്ക് വയ്ക്കുന്ന പാത്രത്തിൽ വെള്ളം നല്ലതുപോലെ തിളച്ച് കിട്ടും. അപ്പോൾ പിന്നെ പുട്ടിനങ്ങ് വെച്ച് പുട്ട് തയ്യാറായി. പുട്ടൊക്കെ തയ്യാറായി കഴിഞ്ഞപ്പം പിന്നെ അടുപ്പിൽ തന്നെ ചോറിനുള്ള വെള്ളം അങ്ങ് വയ്ക്കുകയാണ്. ചോറിന് വെള്ളമൊക്കെ വെച്ചതിന് ശേഷം പിന്നെ പോയി കാപ്പിയൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് കിടപ്പുണ്ട്. പിന്നെ അത് മാറ്റിയതിന് ശേഷം അവിയലിനങ്ങ് വെക്കുകയാണ് അതിലേക്ക്.
അവിയൽ വെന്ത് വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് മീനൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കുകയാണ്. ചോറ് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അതൊന്ന് പൊരിച്ചെടുക്കുകയാണ്. ഫ്രൈ ഒക്കെ തയ്യാറായിട്ടുണ്ട്. പിന്നെ അതൊക്കെ മാറ്റിയതിന് ശേഷം പിന്നെ മത്തിയാണ് കിട്ടിയേക്കുന്നത്. അതൊരു മുളക് കറിയും കൂടെ തയ്യാറാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത്രയും നേരം വീഡിയോ കണ്ട എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.